ಈಗ ಮುಂದೆ ನೃತ್ಯ ಸೇವೆ ಆವ ಅಮೃತ ಧರ್ಮ ಅಕ್ಷಯ ಮಾಡಿಸಿ ಎಲ್ಲರಿಗೂ ಮಾಡಿ ಇಂಥ ಸ್ಥಳಕ್ಕೆ ಹೋಗ್ತೀವಿ ಯಾವುದೇ ಇದಕ್ಕೆ ಸಂಬಂಧ ಎಲ್ಲರಿಗೂ ಕೂಡ ಒಳ್ಳೆಯದಾಯಿತು ಆರೋಗ್ಯ ಭಾಗ್ಯವ ಆರೋಗ್ಯೇಶು ಸುಟೆ ಮಂಕಾಡಿ ಕುಡಿದ ಎಲ್ಲ ಅನುಗ್ರಹ ಮಾಡಿ ವಾಲಗ 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 പിതാവിനെയും പിതാവ് തന്നെയും ഗുരുവിനെയും ആദരിച്ച് ചന്ദ്രബിംബസഭമാർവിൽ പൂണ്ട തിരുമാർവിലത്ത കുളിർഗംഗയും വിലസുന്ന മാലകളും എണ്ണമില്ല കനകങ്ങളാ മുസലാദി പിന്നിതരി തത്തൽ തീർത്ത സുരനാശിനി ഉത്തമേ ശരണമത്ത തീർത്തരുളുക സ്ഥലം വരുകുമംഭികേ വീരവല വിക്രമം പരിയ രക്തവീരവധ ചെയ്ത നാൾ ലോകമതിലൊക്കെയും നീട്ടി രുതിരം കുടിച്ച ഭയങ്കരീ
അക്ഷരാദികളെ രക്ഷ ചെയ്ത് ഭുവനയത്രത്തിലവൃദ്ധേശ്വരി ശക്തിവാലിനി മമാർത്തി തീർത്തരുളുക സ്ഥലം ഭരുമംഭികേ. നമസ്തേസ്തു മഹാമായേ ശ്രീപീഠേ സ്തുത പൂജിതേ ചക്രഗദാഹസ്തേ മഹാലക്ഷ്മി നമോസ്തുതേ. നമസ്തുതേ ഗരുഡാരൂഢേ കോലാസുരഭയങ്കരി സർവപാപഹരേ ദേവി മഹാലക്ഷ്മി നമോസ്തുതേ. സർവാഗ്നേ സർവവരദേ സർവദുഷ്ടഭയങ്കരി സർവദുഃഖഹരേ ദേവി മഹാലക്ഷ്മി നമോസ്തുതേ. സിദ്ധിബുദ്ധിപ്രദേ ദേവി മുക്തിമുക്തിപ്രദായിനി മന്ത്രമൂർത്തേ സദാ ദേവി മഹാലക്ഷ്മി നമോസ്തുതേ. കുരിശ് വടക്ക് മറിക്ക.
ದಾರುಕ ಗೆಲ್ದನೋ
നാട്ടിൽ ചെന്ന് ഗോക്കളെ വിളിച്ചു പോകുന്ന പ്രകാരം അല്ലെ അന്ന് വിളിച്ചിരിക്കുന്ന വിളി തന്നെയുള്ളത്. എങ്കിലും കാലം അനേകം കഴിഞ്ഞു വരുന്നവരിലും ഇന്ന് മുഹൂർത്തം എന്നിരിക്കുന്ന വണ്ണം അല്ലെ ഇന്ന് കൂടിക്കണ്ടിരിക്കുന്ന യോഗം തന്നെ. എങ്കിലും കഴിഞ്ഞ കാലം വിധേയമായിട്ട് ഒക്കതിനാലും ചൊല്ലിക്കഴിച്ചിരിക്കുന്ന അനുഭവങ്ങൾ തന്നെയാണല്ലോ. എങ്കിലും ഒക്കതിനാലും ചൊല്ലിക്കഴിക്കുവാനായിട്ട് തക്കവണ്ണം ശക്തിശ്രീ എന്നിരിക്കുന്ന അല്ലെ അനുഭവത്തോട് കൂടിയിട്ട് എന്റെ രക്തേശ്രീ പിരീഡ് ഒക്കതിനാലും ഇല്ലേ, ഒക്കതിനാലും അപ്പോഴത്തേക്കും വിശേഷിക്കാം കേട്ടോ. ആയതുകൊണ്ട് ഇങ്ങനെ എന്റെ ബ്രഹ്മസഭയെങ്കിലും ഒക്കതിനാലും അല്ലെ ശേഷം എന്നിരിക്കുന്ന വണ്ണം മൊഴി കണ്ടുവെക്കാം. ഏവരോടും ശേഷം 3000 ഇടവക്കാരൻ അഹംപടിയാറുണ്ടോ എന്നെ വിശേഷിക്കാം. ഒന്ന് അടിയും ഭാവം പിരിഞ്ഞതിന് ശേഷം അല്ലെ നമുക്കതിനാലും വിശേഷിക്കാം. അങ്ങനെ മോചനമുണ്ടോ എഴുതിയിട്ടുണ്ടോ? മാതാവിനെയും പിതാവിനെയും ഗുരുവിനെയും ആദരിച്ചേരും അനന്തരം തന്റെ വയ്യാകിൽ തന്റെ സ്ത്രീ ഗുരുദൈവം താൻ വാഴുക മുകുന്ദേവനെ. ചന്ദ്രകലാപദംസേ കുഞ്ഞിരേ കുങ്കുമരാകഷോണേ സമറുപ്പാത്മനസാദാരിൽ വിളങ്ങുക സന്തോഷ കടലരുളീടണമമ്മേ.
ಮತ್ತೆ ಲಿಂಗ ಕೋಟ್ಲದು ಓರ್ಮೇಶ್ವ ಮತ್ತೆ ಮತ್ತೆ ಈಗ ಬೇರೆ ಆಗಿಲ್ಲ ಸರಿ ಮತ್ತೆ ಲಿಂಗದ ಮರವಳದೆ ಮತ್ತೆ ಮರವಳ ಕುಟುಂಬ ಸರ್ವರ್ದೆ ಒಬ್ಬೊಬ್ಬ ಹೇಳಿ ಹೆಸರು ಹೇಳಿದ್ರೆ ನಾವು ಕೂತ್ಕೊಂಡು ಮರವಳ ಕುಟುಂಬ ಸರ್ವರ್ದ ಓರ್ಮೇಶ್ವ ಅಲ್ಪ ಅಶೋಕ ಬಂಡಾರಲ್ಲಿ ಬುಕ್ಕ ಅಲ್ಪ ಮಾಂತೆಲ್ಲ ಪಕ್ಕದಾಗಿ ನಮ್ಮ ಮಾಂತೆಲ್ಲ ಒರ್ಮೇಪು ಈಗ ನಾವು ಪಕ್ಕದ ಯಾರು ಅಣ್ಣ ಈಗ ನಮ್ಮ ಮರವಳ ತರವಾಡು ಮನೆ ಇಲ್ಲಿಯ ಧರ್ಮದೈವ ರಕ್ತೇಶ್ವರಿ ಈ ರಕ್ತೇಶ್ವರಿಗೆ ಒಂದು ನೃತ್ಯ ಸೇವೆ ಕೊಡಕ್ಕೆ ಹೊಡಿ ಜಯರಾಮ ತಿರುಮಲೇಶ್ವರ ಮತ್ತು ಮನೆಯವರೆಲ್ಲ ನಂಬಿಕೊಂಡಿದ್ದೆವು. ಸುಮಾರು ವರ್ಷ ಮೊದಲಾದದ್ದು ಅಂದರೆ 10 ವರ್ಷ ಮೊದಲು ಅದರ ಇದೆಲ್ಲ ಆಗಬೇಕಾದ್ರೆ ಅದು ಸಿಕ್ಕಿದ ಅನುಭವದ ಕಡಿಮೆ ಹೇಳಿದ ಕಾರಣಕ್ಕೆ ಅದಕ್ಕೆ ಹೇಳಕ್ಕೂ ಹೊರಟ ಲೆಕ್ಕಲ್ಲಿ ಒಂದು ಪ್ರಾರ್ಥನೆ ಮಾಡಿ ಎಲ್ಲ ಹತ್ರ ಹೇಳಿದ್ದು. ನಿಜವಾಗಿ ಅವರವರ ಮನೆ ದೈವಕ್ಕೆ ಅವೇ ಪ್ರಾರ್ಥನೆ ಮಾಡ್ಕೊಂಡು ಕ್ರಮ ಅದರಲ್ಲಿ ಈ ರೀತಿ ನಾವೀಗ ಮಾಡಿಕೊಂಡದ್ದು. ಆ ಪ್ರಕಾರವಾಗಿ ಈಗ ಅವು ಕುಟುಂಬಸ್ಥರೆಲ್ಲರೂ ಹೊರಬೇಸಿಕೊಂಡು ಕೊನೆಗಡದು ಇಂದು ಉದ್ಯಪ್ಪಗ ಸರ್ವ ವಿಘ್ನ ನಿವಾರಕನಾದಂಥ ಮಹಾಗಣಪತಿಗೆ ಹೋಮ ಮಾಡಿಕೊಂಡು ಈರುಳ್ಳಿಗೆ ದುರ್ಗಾ ನಮಸ್ಕಾರ ಪೂಜೆ ಆಯಿತು. ದುರ್ಗಾ ನಮಸ್ಕಾರ ಪೂಜೆ ಆಯಿತು. ದೇವರೊಂದ ಭಂಡಾರ ತೆಗೆದು ಕುಡಿ ಅಡಿಯಲ್ಲಿ ಏರಿತ್ತು. ತಂಬಿಲೋ ಕಟ್ಟಿತು. ತಂಬಿಲ ಕಳೆದು ತೊಡಂಗಲಾತು. ತೊಡಂಗಲಾಗಿ ಧರ್ಮ ಸಂತರ್ಪಣೆ. ಈಗ ದೈವ ಪ್ರತಿರೂಪ ಸಿದ್ಧವಾಯಿತು. ತಪ್ಪಗ ಎಷ್ಟೋ ವರ್ಷಗಳ ಮೊದಲಿಂದ ಆದ ಕಾರಣ ಹೆಚ್ಚಿನ ಅನುಭವದ ಕೊರತೆ ಇದ್ದರಿಂದಲಾಗಿ ಅವು ಸೇರಿಸಿದಂಥ ಸಮಯಗಳಾಗಿ ಆಗಲಿ ಮಾಡಿದಂಥ ಸೇವೆ ಕಟ್ಟಿದಂಥ ತಂಬಳಲ್ಲಾಗಲಿ ಎಲ್ಲ ಕೊರತೆ ಅಂತ ಇದ್ದರದ್ದೇ ಹೆತ್ತ ಹಬ್ಬೆ ಮಕ್ಕಳ ಪ್ರಮಾದಗಳ ಮನ್ನಿಸುವ ಹಾಗೆ ಕ್ಷಮೆ ಕೊಡುವ ಹಾಗೆ ಕಟ್ಟಿದ ಪ್ರತಿರೂಪದಲ್ಲಿ ಕಟ್ಟನೆ ವಾಸ ಆಗಿ ಭಕ್ತಿಪೂರ್ವಕ ನರ್ತನ ಸೇವೆ ಚಂದ ಮಾಡಿಸಿಕೊಟ್ಟು ಭಕ್ತಿಯ ಬಾರಣೆಯ ತೃಪ್ತಿಯಿಂದ ಸ್ವೀಕರಿಸಿ ಕೂಡಿದ ಸಭೆ ಸಮಸ್ತರಿಗುವುದೇ ಒಂದು ಧೈರ್ಯದ ಅರ್ಪಣೆಯಿದೆ. ಅರಿಶಿನ ಹೊಡೆಯುವ ಒದಗಿಸಿಕೊಡುವುದು ಅಲ್ಲದೆ ಮರುವಳ ಕುಟುಂಬದ ಸೇವೆ ಮಾಡಿದವರಿಗೆ ಅವರ ಕೀರ್ತಿ ವೃದ್ಧಿಯ ಪ್ರಾಂಗ ಅನುಗ್ರಹದ ಮೂಲಕ ಮಾಡಿದ ಅನುಕೂಲ ಮಾಡಿಕೊಡಕ್ಕೆ ಸಮಸ್ತರು ಇದ್ದು ಮಾಡುವಂತ ಪ್ರಾರ್ಥನೆ.
ചാമുണ്ടിയെന്നും വരാഹിയെന്നും ദുർഗയെന്നും ദുർഗയെന്നും പേർനാമത്തെ കൊണ്ട് ഞാൻ പവിടിയങ്കാല വഴിയിൽ പോയിട്ട് പോരുന്ന കാൽനേരത്ത് സിംഹനായിക്കണ്ട് പവിടിയങ്കാല വഴിയിൽ പോയിട്ട് പോന്നു. ായിരിക്കുന്ന അതിശൂചകളും ഒക്കതിനാലും ചെയ്തു പോന്നിരിക്കുന്ന എന്റെ അടൂദേവന്റെ പുത്രവാൻ കണ്ടതായിരിക്കുന്ന ആ പൂജാതിപാത്രങ്ങളെ ഒക്കതിനാലും അവിടെ ഞാൻ വളരെ ആധാരമായി വെച്ചു. ഭവനത്തിലേക്ക് എത്തി നോക്കിപ്പോരുന്ന കാലം കുഞ്ഞുകുഞ്ഞാരെങ്കിൽ കടിച്ചു പോയിരിക്കുന്ന ആ മാതാവിനെ അങ്ങനെ ദർശിക്കാൻ ഇടയുണ്ടായി. അത് ഇങ്ങനെയുള്ളതായിരിക്കുന്ന മാതാവുള്ളതായിരിക്കുന്ന കാര്യം അങ്ങനെ ആരാലും വിശേഷിക്കരുതെന്ന് അന്ന് ഞാൻ മൊഴി വിശേഷിച്ചു. അത് എന്റേതായിരിക്കുന്ന മുടിയെയും ആ കേട്ടുകൊണ്ട് യദൂദേവന്റെ പുത്രവാദി അന്ന് തിരികെ പോന്നു. അന്ന് എന്റേതായിരിക്കുന്ന ഭക്തിയോട് അങ്ങനെ എന്റേതായിരിക്കുന്ന പൂർവ്വരൂപത്തോടു കൂടിയുള്ളതായിരിക്കുന്ന അലങ്കാരത്തെ ഒക്കതിരാലും അന്ന് വിശേഷിച്ചതായി. അന്ന് ഞാൻ എന്റെ ക്രോധത്തെ കൊണ്ട് അടൂർദേവൻ എന്നെ തടുത്തു. അരുതരുത്, നിന്റേതായിരിക്കുന്ന ക്രോധത്തെ അടക്കി വെച്ച് പോലെയണം. അവന്റെ രക്തം എന്മേലാകെ പകർന്നു. അന്ന് രക്തത്തിൽ മുഴുകിയിരിക്കുന്ന മാതാവിനെ കണ്ടിരിക്കുന്ന ദേവകൾ രക്തേശ്രീ എന്നിരിക്കുന്ന ഭരണാവത്തികൾ അന്ന് കൊണ്ടാടി. കണ്ടകുണ്ടന്മാരെ വധിപ്പാനായിക്കൊണ്ട് ചണ്ഡികയായി, അങ്ങനെ ധൂമ്രവീരന്മാരെ വധിപ്പാനായിക്കൊണ്ട് ധൂമാവതിയായി, ചണ്ഡിയായി, മുന്നിയായി, ചാവുണ്ണിയായും വരാഹിയായും ദുർഗയായും അങ്ങനെ ധൂമ്രയായും അങ്ങനെ പേർനാമത്തെ കൊണ്ടുവല്ലോ. അതുകൊണ്ട് പതിമോര എന്ന വസ്തു കരുതിയാൽ അങ്ങനെ കൈയെടുത്തു പോന്നിരിക്കുന്ന കാലനേരത്ത് അന്ന് അടൂർദേവനെ കണ്ട്, മധൂരദേവനെ കണ്ട്, കാവിലേദേവൻ, കടവിലത്ത് ദേവൻ അന്ന് വണക്കം ചെയ്തു. അന്ന് കാക്കവിളക്കിങ്കൽ തെയ്യം തിരിയുമായ നിന്നു പോരുവാൻ എനിക്ക് ഒരു ആഹ്വാനത്തെയും ഉണ്ടാക്കി തന്നു. അന്ന് കാലും കഴുകി കരകയറിപ്പോരുന്ന കാലനേരത്ത് ഇരിപ്പാൻ ആസനവും പിടിപ്പാൻ ആയുധവും എൽപ്പക്കൾ സമ്മതിച്ചു. അന്ന് അഞ്ചുകരിക്കുന്നതായിരിക്കുന്ന തണ്ണീർദാഹത്തെ ഒക്കതിനാലും ഉറവാക്കി ഒക്കതിനാലും അനുഭവിച്ചതിന് ശേഷം എന്റെ കുഞ്ഞുകുട്ടി കിടാങ്ങളെ ഒക്കതിനാലും മാതാവിന്തിരിക്കുന്നതായ വലപരിചരിച്ചിരിക്കുന്ന ക്ഷീരത്തെ പകർന്ന് സായുജ്യത്തെ പൊഴുത്തി നിലനിന്നു പോകുന്ന പ്രകാരം കാലങ്ങൾ അനേകം കഴിഞ്ഞു എന്ന് ഒരിക്കലും അങ്ങനെ ഞങ്ങൾ എന്നിരിക്കുന്നതായ ചൈതന്യത്തെ ആവോളം അങ്ങനെ തറവാടാധാരമായിട്ട് പെറ്റമാതാവിനെ കഴിച്ചാൽ ഓറ്റിപ്പൊലിച്ച് രക്ഷിപ്പാൻ കെൽപ്പുള്ളതായിരിക്കുന്ന മാതാവായിട്ട് തക്കപ്പെട്ടു അന്ന് കൊണ്ടുകൂട്ടിയല്ലോ. അന്ന് വന്നു പോന്നിരിക്കുന്നതായ സർവാധിപതി നായാട്ടിപിടിയല്ല, മരിവിളിയല്ല, നടയെ പൂർവീകന്മാരുടേതായിരിക്കുന്ന കാലം മുതൽക്ക് ആരവാദത്തിൽ ചെന്ന് അന്ന് മുട്ടിവിളിച്ചു പോകുന്ന പ്രകാരം അന്ന് വിളിച്ചിരിക്കുന്ന പടവളി തന്നെയല്ലോ ഫലമുദ്രവാദി. എങ്കിലും
നിങ്ങളുടേതായിരിക്കുന്ന പൂർവിക ആയിരിക്കുന്ന ഒരു ബന്ധം മാതാവുമായിട്ട് അങ്ങനെ വച്ചു പുലർത്തിയിട്ട് കാലം ഇന്ന് അനേകമായില്ലേ മന്ത്രവാദി. എങ്കിലും അനേകം കാലങ്ങളോടൊക്കതിനാലും കഴിഞ്ഞിട്ട് ശക്തിസ്വരൂപിണിയായിരിക്കുന്ന മാതാവിലെ ഇങ്ങനെയൊന്ന് ഒരു തിരുനർത്തനത്തെ ഒക്കതിനാലും ഉളവാക്കി പോരേണമെന്ന് കരുതിയിട്ട് എന്റെ പർവ്വതന്തരമാടാധാരമായിട്ട് ഇതൊക്കെ വേണം എന്റേതായിരിക്കുന്ന കുഞ്ഞുകുട്ടി കിടാങ്ങളൊക്കെ ഇതിനാലും ഒരു മനസ്സായി നല്ലതായിരിക്കുന്ന ഒരു നൽകൂർത്തത്തെ ഒക്കെ ഇതിനാലും അങ്ങനെ തീരുമാനിച്ചിട്ട് ഞങ്ങൾ എന്നിരിക്കുന്നതായ വാളും പണ്ണാരവും ഒക്കെ ഇതിനാലും എന്റേതായിരിക്കുന്ന സമക്ഷം ഇന്ന് കൊണ്ടുകൂട്ടി ഞങ്ങൾ എന്നിരിക്കുന്നതായ കാര്യകർമാദികൾക്ക് നിങ്ങൾ കൊണ്ടുകൂട്ടി വിശേഷമായിട്ട് അങ്ങനെ മഹാഗണപതി യോഗം ദുർഗാപൂജ അങ്ങനെയുള്ളതായിരിക്കുന്ന കർമാദികളൊക്കെ അതിനാലും ഭംഗിയാം വണ്ണം തന്നെ ചെയ്തില്ലേ മന്ത്രവാദി പൂർവീകന്മാരുടേതായിരിക്കുന്ന കാലം മുതൽക്കല് എന്റേതായിരിക്കുന്ന തറവാടാധാരമായിട്ട് തക്കവണ്ണം ചെയ്തു വന്നിരിക്കുന്ന വഴികളും നിലകളും തന്നെയാണ് അതൊക്കെ അതിനാലും മറവിയെണ്ണാതിയിട്ട് തക്കവണ്ണം തന്നെ അനേകം കടന്നുപോയി ഒരു വ്യാഴവട്ടക്കാലങ്ങളൊക്കെ അതിനാലും കഴിഞ്ഞ് അനേകം കാലങ്ങളൊക്കെ അതിനാലുമായി ഇന്ന് ഇതിനെ പുലരേന്നിരിക്കുന്ന കാലനേരത്തിങ്കൽ നിങ്ങൾ കുറിച്ച കുറിമാനം തെറ്റാതിയുടെ തക്കവണ്ണം ഉദിച്ചിരിക്കുന്ന സൂര്യന്റെ സഹായിക്കുന്ന പ്രഭയോടുകൂടിയിട്ട് അമ്മയൊന്ന് പ്രത്യക്ഷീകരിച്ചു അല്ലേ മന്ത്രവാദി. ഈ വേളയെങ്കിൽ മാതാവിന് അനേകം ചൊല്ലിക്കെടുക്കാൻ ഇട്ടു കേട്ടോ നിങ്ങളോട്. അനേകം ആയില്ലേ നിങ്ങളെയൊക്കെ ഇതിനാലും ദർശിച്ചിട്ട് അമ്മയോട് നിങ്ങൾക്കും ഉണ്ടാകാം അനേകം കാര്യങ്ങളൊക്കെ ഇതിനാലും ചൊല്ലിക്കെടുക്കാൻ അല്ലേ മന്ത്രവാദി. എങ്കിലും അനേകം എന്താണ് വചനങ്ങളെയും ഒക്കെ ഇതിനാലും വാചാലത്തെയും ഒക്കെ ഇതിനാലും ചൊല്ലിയിട്ട് ഇപ്പൊ കാലപ്പിഴവ് വരുത്തുന്നില്ല കേട്ടോ. എന്റെ കർമാദികളൊക്കെ ഇതിനാലും ചെയ്യുവാൻ തക്കമുള്ളതായിരിക്കുന്ന ഒരു കാലവും നേരവും തന്നെയാണ് അല്ലേ മന്ത്രവാദി. ആയതുകൊണ്ട് വിശേഷമായിട്ട് തെക്കുവക്കം ആധാരമായിട്ട് എന്റെ മന്ത്രവാദിമാരില്ലേ നെയ്യെടുത്തു വിശേഷമായിട്ട് എന്റെ നിര്യത്വ മന്ത്രവാദി എങ്കിലും തറവാടാധാരമായിട്ട് ഞാനെന്നിരിക്കുന്നതായ ശക്തികൾ പകർന്നു തന്നിരിക്കുന്നതായ അനുഗ്രഹങ്ങൾ ആവോളം സിദ്ധിച്ചിരിക്കുന്ന കരങ്ങൾ തന്നെയാണ് അല്ലേ മന്ത്രവാദി. ഞാനെന്നിരിക്കുന്നതായ തിരുനർത്തനങ്ങളെ ഒക്കതിനാലും അനേകം ദർശിച്ചിരിക്കുന്ന ഒരു വേള തന്നെയാണ്. എങ്കിലും തറവാട് മനയാധാരമായിട്ട് തക്കവണ്ണം ഞാനെന്നിരിക്കുന്ന ഒരു ശക്തി ഉണ്ടെത്രയെന്ന് വരികലും ഇന്ന് എന്റെ മറുവളം തറവാടാധാരമായിട്ടൊന്ന് മാതാവിനെ കാണുവാൻ തക്കവണ്ണം ഇന്ന് കൈയെടുത്തിരിക്കുന്ന വേളയെങ്കിൽ എങ്ങനെയാണ് മന്ത്രവാദി ക്ഷേമം തന്നെയല്ലോ. എല്ലാം അമ്മേന്റെ അനുഗ്രഹം യഥാശക്തിയായിട്ട് തക്കവണ്ണം ചെയ്തു പോന്നിരിക്കുന്നതായ കർമ്മങ്ങളൊക്കെ ഇതിനാലും ഭംഗിയാം വണ്ണം ചെയ്തു പോരുവാനുള്ളതായിരിക്കുന്ന ഒരു ശക്തി തന്നെ അമ്മ പകർന്നു തന്നിട്ടുണ്ട് നിങ്ങൾക്ക് അല്ലെ. വലത്തിട്ട ബ്രഹ്മം, എടുത്തിട്ട പുഷ്പം, ഗായത്രി, മൂലമന്ത്രം, ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം, 4 വേദത്തിനകത്തും സാക്ഷിയായിരിക്കുന്ന മാതാവ് അങ്ങനെ തറവാട് മനയാധാരമായിട്ട് ശേഷിപ്പെട്ടു പോകുന്ന പ്രകാരം ഇന്നേവരക്കും കൈയൊഴിച്ച് കളഞ്ഞിട്ടില്ല അല്ലെ മന്ത്രവാദി. ഇനിയും അപ്രകാരം തന്നെ ഉഹന്നെടുത്തു പോരേണം എന്റെ മാതാവെന്നിരിക്കുന്ന ഭക്തി തന്നെ ഉണ്ടാവും. ശേഷം വിശേഷാൽ തെക്കുവക്കം കൈയെടുത്തിരിക്കുന്ന മന്ത്രവാദിമാരില്ലേ ആരൊക്കെയാണ്? തന്നെയല്ലോ മന്ത്രവാദി. ഇന്ന് മാതാവെന്നിരിക്കുന്നതായ തിരുനർത്തനങ്ങളെയൊക്കെ നാലും ദർശിക്കുവാനായിട്ട് തെക്കുവണ്ണം ഇന്ന് എന്റെ മറവളും തറവാടാധാരമായിട്ട് ശേഷിപ്പെട്ടുവല്ലോ. എങ്കിലും ധൂമ്രാസുരനെയൊക്കതിനാലും വധിച്ചിട്ട് ക്ഷേമത്തെയൊക്കതിനാലും കൊടുത്തിരിക്കുന്ന മാതാവ് ഞങ്ങളെയും ഉഹന്നെടുത്തു പോരുമെന്നിരിക്കുന്നത് തന്നെ മന്ത്രവാദി. എങ്കിലും സന്തോഷം തന്നെയല്ലോ മന്ത്രവാദി അല്ലെ. അനേകം ഞങ്ങളെന്നിരിക്കുന്നതായ അനുഗ്രഹത്തെയൊക്കതിനാലും ഏറ്റുവാങ്ങുവാനുള്ളതായിരിക്കുന്ന ഒരു ഹരിയോഗ്യാദികളൊക്കതിനാലും തന്നുപോലും മാതാവെന്നിരിക്കുന്നതൊക്കെ മന്ത്രവാദി ക്ഷേമം തന്നെയല്ലോ അല്ലെ. കാലകാലം, കുമാരകാലം, യൗവനകാലം, പ്രത്യേകലാണ്ട് പോയിരിക്കുന്ന വാർദ്ധക്യത്തെ ഒക്കതിനാലും വന്നിടഞ്ഞു അല്ലെ.
ആ വേളയെങ്കിൽ ആലസ്യമെന്നിരിക്കുന്നതായ ആ മഹാവ്യാധികളൊക്കെ ഇതിനാലും വന്ന് പെടാതിയുടെ തക്കവണ്ണം സൗഖ്യത്തോട് കൂടിയിട്ട് തന്നെ അല്ലെ ക്ഷേമത്തെ ഉളവാക്കി തന്നു പോയാണ് മാതാവെന്നിരിക്കുന്നത് ഞാൻ എന്നിരിക്കുന്നതായ അല്ലെ കരത്തെയൊക്കെ അതിനാലും അനേകം പിടിച്ചിരിക്കുന്ന കരങ്ങൾ തന്നെയാണ് അല്ലെ മന്ത്രവാദി ആ ജീവിതത്തിൽ പിന്നെ ഇപ്പൊ ഇനി മറുവള കുടുംബാദിക്ക് വലുതായ ശാഖയല്ലേ ശാഖകളായ മറുവള കുടുംബക്കാരെല്ലാവരും ഉണ്ട് ആയിരിക്കട്ടെ. എങ്കിലും എന്റെ ബ്രഹ്മസഭയെങ്കിൽ എക്കും വന്നിരിക്കുന്നവർക്ക് അല്ലെ മാതാവര് ഒന്നാകെ ഒരു കൊപ്രവെക്കാം അല്ലെ പിടിക്കണം. മന്ത്രവാദി അല്ലെ വരിയും നാളേക്കും നീളേക്കും 4 പതിറ്റാണ്ട് കാലത്തേക്കും അല്ലെ അമ്മ അപ്രകാരം തന്നെ മടിയിലും മുടിയിലും വെച്ചിട്ട് തന്നെ ഞങ്ങൾ കുഞ്ഞുകുട്ടിക്കിടാങ്ങളെ ഒക്കെ ഇതിനാലും രക്ഷിച്ചു പോരുമെന്നിരിക്കുന്ന ഭക്തി എന്നെ ഉണ്ടാവട്ടെ കേട്ടോ. എങ്കിലും ഇപ്പോഴത്തെങ്കിൽ എന്റേതായിരിക്കുന്ന അല്ലെ 3000 മുഖം കൊടുക്കട്ടോ അമ്മ. എന്റെ 3000 ഇടവാണോ ലോകനാഥൻ ഞാൻ ആ ദൈവാദിനങ്ങളുടേതായിരിക്കുന്ന അനുഗ്രഹ വീക്ഷണങ്ങളൊക്കെ അതിനാലും ആവോളം ചികിത്സിച്ചിരിക്കുന്ന കരങ്ങൾ തന്നെയാണ്. ഇന്ന് നിങ്ങളുടേതായിരിക്കുന്ന കരത്തെങ്കിൽ മാതാവിന് വേണ്ടിയിട്ട് സംഗീതം എന്നിരിക്കുന്നതായ ജലധാരങ്ങളെയൊക്കെ അതിനാലും ഒഴിയിപ്പിക്കുന്നു. അനേകം ദേശമാധാരമായിട്ട് വേണം അങ്ങനെ ചിന്തകയെടുത്ത് ഞങ്ങൾക്ക് വേണ്ടുന്ന കർമ്മങ്ങളൊക്കെ അതിനാലും ചെയ്യുന്ന നേരത്ത് എന്നിരിക്കുന്ന അവസ്ഥയെങ്കിൽ ചാടി കളയാതിയുടെ തക്കവണ്ണം അവരെ എന്നിരിക്കുന്ന യോഗീശ്വരന്മാരായ ഞങ്ങളെന്നിരിക്കുന്ന കർമ്മത്തിന് വേണ്ടി ഇങ്ങനെ ഒരു അനുഭവങ്ങളെ അതിനാൽ ഉളവാക്കി അതിൻ്റെതായിരിക്കും ഇങ്ങനെ അടുകൂടെ തറവാട്ട് പൈതങ്ങളെ മാതാവിൻ്റെതായിരിക്കുന്നതായ ഈ പൂർണ്ണരൂപത്തോടും കൂടി ഇനി കാണുവാൻ സാധിച്ചുവല്ലോ. അനേകം കാലങ്ങൾ കൂടിയിട്ട് അമ്മയെ കാണുന്ന കാല നേരത്ത് ഒരു സുന്ദരിയായിട്ട് തക്കവണ്ണം തന്നെ അമ്മയുടേതായിരിക്കുന്ന അലങ്കാരത്തെ ശോഭിച്ചു പോരേണമെന്ന് കരുതിയിട്ട് ഇന്ന് മാതാവെന്നിരിക്കുന്നതായ അനുകൂലത്തോടു കൂടിയിട്ട് ആ ഇല്ലും മനയും ആധാരമായിട്ട് തക്കവണ്ണം അടിച്ചു തെളിയും അന്ത്യത്തിരിയും ശുദ്ധാശുദ്ധമെന്ന പ്രകാരം ചെയ്തു പോന്നിരിക്കുന്ന കരങ്ങൾ തന്നെയാണ് അങ്ങനെ വരുന്നത്. തറവാടാധാരമായിട്ട് കുടിക്കുന്ന കഞ്ഞിക്കും കൊടുക്കുന്ന തുകലിനും ഗന്ധപ്പുറവ് വരുത്താതിയുടെ തക്കവണ്ണം തന്നെ കെട്ടിയിരിക്കുന്ന മാംഗല്യം ചരടറ്റ് ഭൂമിയിൽ പതിക്കാതിയുടെ തക്കവണ്ണം അമ്മ ശേഷം എങ്ങനെയാണെന്ന് തന്റെ ബ്രഹ്മസഭത്തിൽ കഴിക്കുമ്പോൾ ഒരുമിച്ചു ശേഷം എന്റെ 3000 അതാണ് അനുഭവമാണ്. എന്റെ ഉദ്ധകളം പറ്റിയിരിക്കുന്നത് നടുക്ക് കുത്തുതരും നിമിഷത്തിന് വേണ്ടിയിട്ട് തന്നെയല്ലോ മാതാവിനെ ആധാരമായിട്ട് ഇങ്ങനെയൊന്ന് കണ്ടുപോകുന്നു. അഞ്ചുകരിക്കുന്നതായിരിക്കുന്ന തണ്ണീർ ദാഹത്തെ ഒപ്പതിനാലും ഉളവാക്കി പോരേണമെന്ന് കരുതിയിട്ട് നിങ്ങളുടേതായിരിക്കുന്ന കരത്തിങ്കൽ കൊല്ലുന്നാരും തിരിച്ചു കെട്ടി തന്നിരിക്കുന്നതായ ഉന്നാഴി അമ്മ എടുത്തനുഭവിക്കുന്ന കാലനേരം ഇങ്ങനെയാണ് യഥാശക്തിയായിട്ട് അനുദാനം എന്നിരിക്കുന്ന കർമ്മങ്ങളൊക്കെ തരാനും ചെയ്തില്ലേ.
യാതൊരു ബുദ്ധിമുട്ടും വന്നില്ലല്ലോ വെച്ചിട്ട് ശ്രേഷ്ഠമായിരിക്കുന്ന ദാനമായിരിക്കുന്ന എന്നതാണ് ഋജുരംഗം സഹസ്രം കോകിലം കോടിദാരം കനകരജിതപാത്രം നിധിനി സാഗരാദ്യം ഉദയകുലം വിശുദ്ധക്കോടി കന്യപ്രദാനം ഗൃഹദാനം അന്നദാനം സുസമാന സമാനം 1000 ഗോക്കളെ ദാനം ചെയ്താലും 1000 ഗോപശ്രീകളെ ദാനം ചെയ്താലും അന്നദാനത്തോളം വരുമോ മന്ത്രവാദം ഇല്ല. അപ്പോൾ ശ്രേഷ്ഠമായിരിക്കുന്ന ആ കർമ്മത്തിൽ കൂടിയിട്ട് ഒരു നേരത്തതായിരിക്കുന്ന ഭോജനത്തെയൊക്കെ കാലം നിങ്ങളുടേതായിരിക്കുന്ന കരം കൊണ്ട് കൊടുത്തു പോന്നിട്ട് അതിന്റെ ഭാഗ്യം ഇല്ലും മനയും ആധാരമായിട്ട് പറമ്പും പത്തായും നിറഞ്ഞു കൊയ്യാനുള്ളതായിരിക്കുന്ന ആ ധാന്യാദികളും സമ്പത്തും ഒക്കെ നാലും ഉണ്ടാക്കിയിട്ട് ധനത്തിന്റെ വാതിൽ കണ്ടടച്ച് കടത്തിന്റെ വാതിൽ കണ്ടടച്ച് ധനത്തിന്റെ വാതിൽ തുറന്നു തന്നിട്ട് ക്ഷേമം തന്നെ ഉണ്ടാക്കിയിട്ട് നാളേക്കും നീളേക്കും 4 പതിറ്റാണ്ടെന്ന വണ്ണം കുഞ്ഞുകുട്ടി കിടാങ്ങൾക്ക് കൊടുക്കുന്ന തുകലിനും കുടിക്കുന്ന കഞ്ഞിക്കും രത്നക്കുറവ് വരുത്താതെയുടെ തക്കവണ്ണം തന്നെ നല്ല ബുദ്ധിയും നല്ല ശക്തിയും നല്ല ആരോഗ്യവും ഒക്കതിനാലും കൊടുത്തിട്ട് സൽകൃതിയോട് കൂടിയിട്ട് അമ്മ കണ്ടെടുത്തു പോരുന്നു കേട്ടോ. ആയതുകൊണ്ട് ഇന്നത്തെ ദിവസം വിഭേദമായിട്ട് കൊണ്ടുകൂട്ടിയിരിക്കുന്ന ഈ മുന്നാടി രുചിയാമ്പണ്ണം തന്നെ എടുത്ത് അനുഭവപ്പെട്ടോ അമ്മ. തറവാട് മന്ത്രവാദി മാതാവ് ഇന്നിരിക്കുന്നതായ പടകളൊക്കതിനാലും കഴിയും അല്ലെ. ഇനി വന്നു പോന്നിരിക്കുന്ന എൻ്റെ ഭക്തന്മാർക്ക് അമ്മ എന്നിരിക്കുന്നതായ കരം കൊണ്ട് സിദ്ധമായിരിക്കുന്ന ആ കനകചൂർണത്തെ എടുത്ത് വണക്കം ചെയ്യാം. അക്ഷയപാത്രമില്ലേ? അക്ഷയപാത്രങ്ങൾ വാരിയാലും കോരിയാലും നിറഞ്ഞുകോപിയാലുള്ളതായിരിക്കുന്ന ഈ കനകചൂർണത്തെ അനേകം ഇരുകരം കൊണ്ട് സ്വീകരിച്ചിരിക്കുന്ന അനുഭവം തന്നെയാണ്. എപ്പോഴും നിങ്ങളുടേതായിരിക്കുന്ന കരസിൽ ഭദ്രമായിട്ട് തന്നെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അല്ലെ. സ്വർണ്ണപ്പെട്ടിക്കകത്ത് വെച്ചിരിക്കുന്നതായ സ്വർണാദികൾ പോലെ ഒരു നവരത്നം പോലെ അമ്മയെ നിങ്ങൾ കാത്തു പരിപാലിച്ചിട്ടുണ്ട്. അതിൻ്റെതായിരിക്കുന്ന ഭാഗ്യവും യോഗ്യവും തറവാട് ആധാരമായിട്ട് കുഞ്ഞുകുട്ടി കിടാങ്ങൾക്ക് ഒപ്പതിനാറ് ക്ഷേമം തന്നെ കാട്ടിയിട്ട് ഇന്നുവരെക്കും അമ്മ കൈയൊഴിഞ്ഞ് കളയാതെയുടെ തക്കോട് രക്ഷിച്ചിട്ടുണ്ട് അല്ലെ. കളിയായിരിക്കുന്ന അകാലമായിരിക്കുന്ന അനുഭവത്തെങ്കിലും കൈയൊഴിഞ്ഞ് കളയാതെയിട്ട് ക്ഷേമക്ഷിയാൽ നിങ്ങളെ രക്ഷെടുത്തു പോകുന്ന പ്രകാരം അല്ലെ. ഒന്ന് അമ്മയെയൊക്കതിനാലും തറവാട് മഹയാധാരമായിട്ട് പെടുങ്ങിനെ എന്ന വണ്ണം കണ്ടുപോരുവാനും സാധിച്ചു പോരണമെന്നിരിക്കുന്ന ഭക്തി തന്നെയാണ് ക്ഷേമത്തെ ഉണ്ടാക്കിയിട്ട് അമ്മ അല്ലെ തറവാട് മര്യാധാരമായിട്ട് അനുഗ്രഹം ഒക്കതിനാലും ഇത് അങ്ങാടിയിൽ ഒരിക്കലും മാതാവിന്റെ കരത്തിൽ തന്നിരിക്കുന്നതായ കനകചൂർണത്തെ തറവാട് മനിയാധാരമായിട്ട് പഴയൂരിയെങ്കിൽ കുടിയേറുന്ന പ്രകാരം സൂക്ഷിച്ചാൽ യാതൊരു കഷ്ടതകളും വരുന്ന കാലനേരത്തും ഇഷ്ടദേവനായിട്ട് തക്കവണ്ണം അല്ലെ മാതാവ് എഴുതുന്നു പോലും എങ്കിലും ഇന്ന ദിവസം വിഭേദമായിട്ട് ഇങ്ങനെയൊന്ന് അമ്മയെ കാണുവാൻ തക്കവണ്ണം കൈയെടുത്തു പ്രായാധിക്യമായി ദൂരസ്ഥലത്തിലുള്ളതാണ്
അനേകം ദൂരദേശത്തൊപ്പതിനാലും ഉണ്ടത്രയെന്ന് വരികിലും അമ്മേനെ ഒരു നമുക്ക് കാണാൻ തന്നെയല്ലേ ഇത് വയ്യെടുക്കും. അമ്മേനെ കണ്ടു, അമ്മയുടേതായിരിക്കുന്ന ദർശന വീക്ഷണങ്ങളെ ഒക്കതിനാലും ഏറ്റുവാങ്ങിയിട്ട് ദർശനമായിരിക്കുന്ന പുണ്യങ്ങൾ കൊണ്ട് സ്പർശനമായിരിക്കുന്ന പാപങ്ങളെ ഒക്കതിനാലും ഒഴുക്കിക്കളഞ്ഞിട്ട് ജീവിതത്തിങ്കിൽ സൗഖ്യം തന്നുപോലും മാറാറുണ്ട്. അമ്മ തന്നിരിക്കുന്നതായ ഇരുപത്തൊന്ന് സ്ഥാനങ്ങൾ തൊടുവാലത്രയും സ്ത്രീകളും വെച്ചിപ്പൊരുത്തും മുൻപിലായ തൊട്ടോ. എന്നാൽ ചുറ്റുജാന ശരീരവും സർവാടാധാരമായിട്ട് ഈ അന്നപൂർണേശ്വരി എന്നിരിക്കുന്ന മാതാവിൻ്റെതായിരിക്കുന്നതായ അനുഗ്രഹങ്ങൾ ആവോളം തന്നു കരം കൊണ്ട് തന്നിരിക്കുന്നതായ കരചൂർണം തന്നെയാണ് സർവാടാധാരമായിട്ട് കുഞ്ഞുകുട്ടി കിടാങ്ങും നല്ല ബുദ്ധിയും ശക്തിയും നൽകി വിദ്യാന്നിരിക്കുന്നതായ ജ്ഞാനപീഠത്തിങ്കളൊക്കതിനാലും അമ്മയെന്നിരിക്കുന്നതായ അനുഗ്രഹങ്ങൾ ഒക്കതിനാലും സിദ്ധിച്ചിരിക്കുന്ന കരങ്ങൾ തന്നെയാണ്. വിപരീതമായിട്ട് മാതാവിൻ്റെതായിരിക്കുന്നതായ ഈ ചടുല ദർശനങ്ങളെ ഒക്കതിനാലും ദർശിക്കുവാൻ ആഴ്ച തക്കവണ്ണം ഇന്ന് കൈയെടുക്കും. ഏതൊരു ദേശത്തിൻ്റെ ചുരുന്ന കാലനേരത്തും പുറത്തും പഞ്ചവർണ്ണമായിട്ട് നിൽക്കുമ്പോൾ ഏകവർണ്ണമായും ഇരുന്നിരിക്കുന്ന കൊമ്പിൽ നിന്ന് തന്നെ കായ്കനികളൊന്നതിനാൽ കൊത്തി അനുഭവിക്കുവാനുള്ളതായിരിക്കുന്ന അനുഭവം രാമസായകത്തിന്റെ അനുഭവം പോലെ കൊടുക്കുമ്പോൾ ഒന്നും കൊടുക്കുമ്പോൾ 10 ചെന്നെത്തുന്ന കാലനേരത്ത് രക്ഷത്തോടുകൂടി ഞങ്ങൾ അന്തരിക്കുന്നതായ തിരുവനെങ്കിൽ ഇങ്ങനെ ഒന്ന് നിൽക്കുവാൻ സാധിച്ചുള്ളൂ. ശ്രേഷ്ഠമായിരിക്കുന്ന ജന്മം തന്നെയാണ് രാവണൻ. ആ ജന്മത്തിങ്കിൽ ഞങ്ങൾ ദൈവാധീനങ്ങളെ ഒക്കതിനാലും കരം കൊണ്ട് അർച്ചനകളും പാദങ്ങളൊക്കതിനാലും അങ്ങനെ ശുദ്ധീകരിച്ച് പോരുവാൻ ശ്രദ്ധിച്ചിരിക്കുന്ന വലുതായിരിക്കുന്ന ഭാഗ്യങ്ങളുണ്ട്. അതൊക്കതിനാലും ചെയ്തു നിൽക്കുന്ന കാലനേരം മാതാവിനെ മനസ്സ് തൊട്ട് വിളിച്ചിട്ടുണ്ട്. അല്ലേ മന്ത്രവാദം ആരോഗ്യമായിരിക്കുന്ന വഴികൾ കൂടിയിട്ട് സഞ്ചരിക്കുന്ന നേരത്തെങ്കിൽ ആരോഗ്യത്തിന് ഓട്ടം വന്നുപോയി, ഭയപ്പെട്ടു പോയില്ലേ മന്ത്രവാദി എന്ന അവസ്ഥയിൽ നിന്നും ഒന്ന് കരകയറ്റി രക്ഷിക്കണം എന്റെ മാതാവേ എന്നിരിക്കുന്ന വിളി തന്നെ നിങ്ങൾ വിളിച്ചു. ഇപ്പോഴെങ്ങനെയാണ് സൗഖ്യമായിനോ മന്ത്രവാദി? സൗഖ്യമാക്കല്ലേ? അല്പതിയായിരിക്കുന്ന സൗഖ്യമുണ്ട്, അത് പൂർണ്ണമാക്കുന്നത് തന്നെ ഉണ്ടാവട്ടെ കേട്ടോ. നിത്യേനെ എന്നെ ഭജിക്കുന്ന വേളയെങ്കിൽ മാതാവേ മാറു തൊട്ട് വിളിച്ചാൽ ഒന്ന് വിളിക്കുന്ന കാലനേരത്ത് 9 പൂച്ചയെ കാട്ടിയിട്ട് നിങ്ങൾക്ക് ക്ഷേമവും സായുജ്യവും ഒക്കതിനാലും തന്നിട്ട് ജീവിതം എന്നിരിക്കുന്ന വഴികളിലൂടെ നല്ല വഴിയെ കാട്ടിയിട്ട് അമ്മ സൗഖ്യവും സായുജ്യവും ഒക്കതിനാലും കൈവല്യത്തെ തന്നിട്ട് ഈ പ്രപഞ്ചത്തിങ്കൽ ഇന്ന് ഏവർക്കും ജീവിക്കുവാനുള്ളതായിരിക്കുന്ന എല്ലാ അനുഭവങ്ങളും ഉണ്ടാക്കിയിട്ട് അമ്മ സൗഖ്യത്തെ വേറിട്ട് നിൽക്കുന്നിരിക്കുന്ന വേളയെങ്കിലും അമ്മയുടേതായിരിക്കുന്ന ദർശനത്തെ ഒക്കതിനാലും വാങ്ങുവാൻ ഇന്ന് കൈയെടുക്കുന്നതാണ്. ഇതിൽ പുലരിയിരിക്കുന്ന വേളയെങ്കിൽ തൻ്റെതായിരിക്കുന്ന കരം ദർശിക്കുന്ന വേളയെങ്കിലും കരാഗ്രം സുതേ ദേവി കരമധ്യേ സരസ്വതി കരമൂലെ സുതേ ഗൗരി പ്രഭാതേ കരദർശനം ആ വേളയെങ്കിലും കരത്തിങ്കൽ ഭദ്രമായിട്ട് തന്നെ അമ്മയെ ദർശിക്കുവാനുള്ളതായിരിക്കുന്ന ഭാഗ്യം അമ്മയുണ്ടാകും. വസിക്കുന്നുണ്ട് എങ്കിലും എന്റേതായിരിക്കുന്ന വൃക്ഷത്തിങ്കിലുള്ളതായിരിക്കുന്ന എന്റെ കുഞ്ഞു കുട്ടി കിടാങ്ങൾ തന്നെയാണ്. ഇന്ന് എന്റെ ബ്രഹ്മസഭ എന്നിരിക്കുന്ന സഭ പൂർണ്ണമാണെങ്കിൽ പഞ്ചവൃദ്ധന്മാരുണ്ടാവണം. അന്നവ്രതൻ, പ്രാണവ്രതൻ, വയോവ്രതൻ, വാർദ്ധക്യവ്രതൻ, കുലവ്രതൻ, അങ്ങനെ വൃദ്ധന്മാര് 5 തരമാകാം. അതിൽ വെച്ചിട്ട് ഏതൊരു ദേശത്തെങ്കിലും ഏതൊരു പന്തിയെങ്കിലും ചെല്ലുന്ന കാലം നേരം കത്തിച്ചു വെച്ചിരിക്കുന്ന നന്ദാദീപം പോലെ അനുഭവത്തെ തന്നുപോലെയാണ് ദയം. വാർദ്ധക്യത്തെ ഒപ്പതിനാലും സിദ്ധിച്ചിരിക്കുന്ന ഭാഗ്യം കുറച്ചു കളയാതെ തക്കവണ്ണം അവോളം ദർശിച്ചോ അമ്മയാണ് കേട്ടോ. വരും കാലം ആവട്ടെയൊക്കെ സ്വന്തമായിരിക്കുന്ന നേർവഴികൾ തന്നെ നടക്കുവാനുള്ളതായിരിക്കുന്ന ഭാഗ്യം തന്നുപോലെയാണ്. വസിച്ചു പോന്നിരിക്കുന്ന അനുഭവങ്ങൾ വർദ്ധിക്കുമായിരിക്കുന്ന വേളയെങ്കിലും
അമ്മയെ കാണാൻ വേണ്ടിയിട്ട് കൈയെടുത്തു പോലെ സന്താനങ്ങൾ തന്നെയാണ് അല്ലെ. അമ്മയെ എന്നിരിക്കുന്നതായ അനുഗ്രഹ വീക്ഷണത്തോടുകൂടി വളർന്നു വന്നിരിക്കുന്ന സന്താനങ്ങൾ തന്നെയാണ്. എങ്കിലും ഞാൻ എന്നിരിക്കുന്നതായ അനുഭവത്തിയപ്പതിനാൽ ഇങ്ങനെ അടുത്തറിയുവാൻ ശ്രദ്ധിച്ചിരിക്കുന്നതായ ഭാഗ്യം ഇത് കുറച്ച് കളയാതെയുണ്ട്. നാളെ നിലയ്ക്കും ഞങ്ങളെന്നിരിക്കുന്ന കർമ്മങ്ങളൊക്കെ ഇതിനാലും ചെയ്യുവാനുള്ളതായിരിക്കുന്ന ഒരു ഭാഗ്യമൊക്കെ ഞാനും ഉണ്ടാക്കി തന്നു പോലും മാതാവിന്റെ ലോകനാഥൻ പരിപാലിച്ചു പോകുന്ന പ്രകാരം സ്വരൂപിയായിരിക്കുന്ന മാതാവ് അങ്ങനെ കാരണിയായും കണ്ണകിയായും യോഗ്യയായും ഒക്കതിനാലും അവതാരം എടുത്തിരിക്കുന്ന മാതാവ് നമ്മുടെയും ജ്ഞാനത്തോടുകൂടി തന്നെ നാളേക്കും നീളേക്കും എന്ന വണ്ണം ജീവിക്കുവാനുള്ളതായിരിക്കുന്ന സകല ഐശ്വര്യത്തെയും വണ്ണം ഇന്ന് കൈയെടുത്തിരിക്കുന്ന ഘടയെങ്കിലും ഒരുപാട് മര്യാദാരമായിട്ട് തക്കവണ്ണം അങ്ങനെ അന്ത്യത്തിരികളൊക്കെ ചുറ്റാമണ്ണം ഒക്കതിനാലും ചെയ്യുവാനുള്ളതായിരിക്കുന്ന ഭാഗ്യം യോഗ്യവും തന്നിട്ട് പഞ്ചസ്വരൂപയായിരിക്കുന്ന മാതാവ് തന്നിരിക്കുന്ന കഴിവുകളും ഇത് പഴയൂരിൽ കുടിയിരുന്ന പ്രകാരം ശുദ്ധമെന്ന പ്രകാരം കൊടുക്കാറായിരിക്കും കേട്ടോ. എന്നാൽ തറവാട് ആധാരമായിട്ട് യാതൊരു മനസ്സിലെയും കളയാതെയും തക്കവണ്ണം വർദ്ധിക്കുന്നതായ അനുഭവത്തിയൊപ്പതിനാലും കടന്നു പോകുന്ന വേളയെങ്കിൽ ആ ഫലത്തിന്റെ ബ്രഹ്മത്തിൻ്റെതായിരിക്കുന്ന കളയാതെയും തക്കവണ്ണം അനുഭവം മാതാവ് വിജയമായിട്ട് എന്റെ ഭണ്ണാരത്തിൽ അർപ്പിച്ചിരിക്കുന്നതായ അനുഭവം പോലെ മാതാവ് അതുപോലെയുണ്ടാവും കേട്ടോ. വാർദ്ധക്യമായിരിക്കുന്ന അന്തകത്തിലൊപ്പതിനാലും ചുമതലയെടുക്കുന്ന കാലത്ത് മാതാവ് കരം പിടിച്ചിട്ട് നിർവഹിച്ചു നടത്തും. വിജയമായിട്ട് തത്വപ്പെട്ടം പാക്കശാസ്ത്രം പാക്കല്ലാക്കുന്ന അരികെ എന്നതായിരിക്കുന്ന പാചകം ധരിക്കുന്ന വണ്ണം അല്ലെ. ആ നളപാചകം ധരിക്കുന്ന അനുഭവം പോലെ ചെയ്തിരിക്കുന്ന അല്ലെ വസ്തുക്കളൊപ്പതിനാലും ചെയ്യാം വണ്ണം തന്നെ ഏവർക്കും അനുഭവിക്കുവാനുള്ളതായിരിക്കുന്ന ഒരു അനുഗ്രഹങ്ങൾ ഉണ്ടാക്കിയിട്ട് ചെയ്തിരിക്കുന്നതൊപ്പതിനാലും നല്ലതായിരിക്കുന്ന ശുദ്ധാംശമെന്ന പ്രകാരം യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ വണ്ണം ഏവർക്കും പ്രീതിപ്പെടുത്തി ഒരുപാടുള്ളതായിരിക്കുന്ന ഒരിക്കലും ഇതിൻ്റെതായിരിക്കുന്ന ഒരു ശിഖരത്തിൽ ഉച്ചരിക്കുന്ന അനുഭവം പോലെ പഴുത്തിരിക്കുന്നതിനാലും തക്കവണ്ണം നിങ്ങളുടേതായിരിക്കുന്ന ഇരുമണിയും ആധാരമായിട്ട് നിലവുണ്ടാക്കുന്ന മാതാവ് വേഗമായിട്ട് ആലസ്യത്തിലും ആലചനത്തിലും ಇದು ಚಾಕ್ರಿ ಮಾಡುವವ್ರದ್ದು ಮತ್ತೆ ಅದರ ಹೆಂಡತಿಗೆ ಸೌಖ್ಯವೂ ಇಲ್ಲ, ಹಂಗಾಗಿ ಆ ಪ್ರಕಾರ ಬಂಡ ಕೊಟ್ಟಿದ್ದು. ಬೊಡ್ಡ ಬರ್ತಾರೆ ಬಂಡ ಬರ್ತಾರೆ ಬಂಡ ಎತ್ತೋಡು ಒಳ್ಳೆ ಬೊಡ್ಡ ಬಂದು അപ്പനാരെ കരം കൊണ്ട് ചെയ്തിരിക്കുന്ന അല്ലെ മാതാവെന്നിരിക്കുന്നതായ മംഗലകല്യാണത്തിൻ്റെതായിരിക്കുന്ന അല്ലെ ആ ഗാംഭീര്യത്തെ അറിയിച്ചു പോരുവാൻ നിന്റേതായിരിക്കുന്ന കുമ്പുനാഥം കൊണ്ട് അല്ലെ അമ്മയുടേതായിരിക്കുന്ന കർണം കുളിർത്തിട്ടുണ്ട്. അനുഭവത്തെ സർവാടാധാരമായി അതല്ലാതെ ഇപ്പൊ ഇന്നിപ്പോ ദുബൈദമായി അമ്മയുടെ ദൃഷ്ടിയിൽ കണ്ടിട്ട് ഒരു മാനമാനത്തരമില്ല ഒരു ചാർത്ത നിങ്ങൾ കൊടുത്തിട്ടുണ്ട് മകളെ മകളെ. അപ്പോ അവർക്ക് നടത്തി അവർ കണക്കാശ് കൊണ്ട് കൊടുക്കാം. ഇത് കാണിക്കല്ല അത് കാണിക്കില്ലേ കണക്കാശിലൂടെ ഹിടിക്കും ഇത് കാണിച്ചിട്ട് തറവാട് മന്ത്രവാദി അനേകം കാലങ്ങളോട് കൂടി അല്ലെ
അമ്മയെ കാണുന്ന വേളയിൽ അമ്മയുടേതായിരിക്കുന്ന മാറൊന്നും മറച്ചു പോർവനെന്ന് നിങ്ങൾ ആത്മമായിരിക്കുന്ന അനുഭവത്തിൽ ചിന്തിച്ചു. ഇന്ന് മാതാവിനിരിക്കുന്നതായി മറച്ചതിൻ്റെതായിരിക്കുന്ന അനുകൂലം അമ്മ തന്നുപോലെയാണ് അല്ലെ. ഞങ്ങളൊന്നും അമ്മയോട് അപേക്ഷിക്കുന്നില്ല. ഒക്കെ അമ്മ തന്നെ അറിഞ്ഞിട്ട് അല്ലെ, കഷ്ടത വരുന്ന കാലനേരത്ത് കഷ്ടതകൾ നീക്കിയിട്ട് സൗഖ്യമെന്നിരിക്കുന്നതായ അനുഭവത്തെങ്കിലും അല്ലെ, കഷ്ടതകൾ എത്തിക്കാതിയിട്ട് തക്കവണ്ണം അനുഭവം തന്നുപോലെയാണ് അല്ലെ. ഇന്ന് എന്റെ കനകം പൊഴിഞ്ഞിരിക്കുന്ന കനകചോർണം അല്ലെ, ഇത് അമ്മ വാരി തന്നിരിക്കുന്ന വേളയെങ്കിലും നിങ്ങളുടേതായിരിക്കുന്ന കരത്തിങ്കൽ നിർമ്മിച്ച വസ്തുവാകാം ഇത് അല്ലെ മന്ത്രവാദി. എന്ന് വരികലും തൻ്റെതായിരിക്കുന്ന കൂവത്തിലെ ജലം അത് തന്ത്രിക്കരം കൊണ്ട് സിദ്ധിച്ചാൽ പുണ്യാഹമെന്ന പ്രകാരം അല്ലെ, ഇന്ന് മാതാവിന്റെ കരത്തിങ്കൽ തന്നിരിക്കുന്ന കനകചൂർണം ഇത് കനകം പൊഴിഞ്ഞിരിക്കുന്ന വസ്തുവായി കണ്ടുകരുതിയിട്ട് ഇനിയൊരു കാലം അമ്മേനെ കാണുന്നവരേക്കും അല്ലെ, യാതൊരു കഷ്ടതകളും വരുത്തി കളയാതെയുടെ തക്കവണ്ണം വന്ദനത്തെ ഒക്കതിനാലും നടത്തിയിട്ട് തിലകം ചാർത്തുമാറായിരിക്കും. മാതാവ് വണ്ണം അല്ലെ, നിന്റേതായിരിക്കുന്ന മാതാവ് കഴിഞ്ഞാൽ പിന്നെ ഞാനാണ് പരാശക്തിയാണ് അല്ലെ. അപ്പോഴ് ഭേദാഭേദം കൂടാതെ അപ്പോ മറുവെള്ളം എന്ന് പറഞ്ഞാല് അത് വലുതായ ഒരു വട്ടവൃക്ഷം, ശാഖകൾ അനേകങ്ങളുണ്ട്. അപ്പോൾ അവർ തമ്മിൽ ചില ആൾക്ക് അങ്ങോട്ട് പോയിപ്പോലും ഇല്ലാതെയോ പിന്നെ മനസ്താപങ്ങളും ഇതെല്ലാം അതെല്ലാം ഒരു നല്ലതാണ് വന്നിട്ട് അവരെല്ലാവരും കുടുംബാധികം എല്ലാവരും കൂടിയിട്ട് ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനു വേണ്ടി ഒരു പ്രസ്ഥാചിന്തന നടക്കാനുണ്ട്. അപ്പോൾ ആ ഒരു കള്ളി 12 രാശിയിൽ അമ്മയെ ശരിയായ ലക്ഷ്യം കാണിച്ചിട്ട് അവർക്ക് കുടുംബം നല്ലതാവാനുള്ള ഒരു അനുഗ്രഹം ആക്കി കൊടുക്കണമെന്ന് അവർ പറയുന്നുണ്ട്. എല്ലാവരും ഒന്നാവണം. എന്താണ് പല മനസ്സും അല്ലെ, പല ദിക്കെങ്കിലും ഒക്കതിനാലുമുള്ള ആൾക്കാരാണെങ്കിലും അല്ലെ, എന്റെ മറുവളം വന്നിരിക്കുന്നതായ മുരട് അതിവിടെ തന്നെയാണ് അല്ലെ. ആദ്യകാലത്തെങ്കിൽ അല്ലെ എന്താണ് ഏവരും വസിച്ചിരിക്കുന്ന ഭവനം തന്നെയാണ് അല്ലെ. ഇതിൽ നിന്നും അല്ലേ ഏവരും അല്ലെ വളർന്ന് പന്തലിച്ച് അല്ലെ 4 ദിശയിലേക്കെന്ന വണ്ണം അല്ലെ, ശിഖരങ്ങൾ അങ്ങനെയല്ലേ ചലിക്കറ്. അപ്രകാരം അല്ലെ അങ്ങും ഇങ്ങും മാറി അല്ലെ നിന്നുപോയിട്ടുണ്ട്. എങ്കിലും ഇന്ന് കൂടാത്തതായിരിക്കുന്ന ആൾത്തരങ്ങളുണ്ടോ? അതല്ലാണ്ട് കലഹങ്ങൾ ഒന്നുമില്ലല്ലോ. ചേർച്ച വന്നിട്ടുണ്ടോ? ഇവര് തമ്മിലല്ല, മറ്റുള്ളവർ തമ്മിൽ ഉണ്ട്. അപ്പൊ അമ്പലത്തിന്റെ പൂജ തീർച്ചയായും ബുദ്ധിമുട്ടാവുന്നുണ്ട് അവർക്ക്. അതിന് വേണ്ടിട്ട് അവർ അമ്പലത്തിൽ ജടാധാരിയുടെ ഒരു അനുഗ്രഹമായിട്ടുണ്ട്. എങ്കിലും എങ്ങനെ ഈ വൃക്ഷം ഒഴുകി വീണു പോകുമോ എന്നിരിക്കുന്ന ഭയമുണ്ട്. അതുകൊണ്ട് അതാണ് വിശേഷത. ദൈവജനെ കാണാൻ ഒരു കുതി വെച്ചിട്ടുണ്ട്. ഇപ്പൊ അവർ താമ്പൂലം കൊടുക്കാൻ പോകുന്ന സമയത്ത് അവർക്ക് അമ്മ വെമ്പളമായിട്ട് നിൽക്കണം. കലിയുടേതായിരിക്കുന്ന കന്മഷാദികൾ വന്നിരിക്കുന്ന കലിയുഗമാണ്. ഈ കലിയുഗത്തെങ്കിൽ എന്റെ മറുവളം തറവാടാധാരമായിട്ട് ഇങ്ങനെ മാതാവിനെ കാണുന്ന കാലം നേരം അമ്മയോടൊരു മൊഴിയേ അല്ലെ, ഞങ്ങളെ ഏവരെയും കൈയൊഴിഞ്ഞ് കളയരുത് അല്ലെ. ഈ പടാവൃക്ഷത്തിന് അല്ലെ വേണ്ടുന്ന ചൂടും അല്ലെ തണുപ്പും മഴയും മഞ്ഞും ഒക്കെയും അമ്മ പകർന്നിട്ട് ഈ വൃക്ഷത്തിൻ്റെതായിരിക്കുന്ന വേരിന് അമ്മ മണ്ണോട് ചേർത്തിട്ട് അല്ലെ അങ്ങനെ വാനം മുട്ട ഉയരുവാനുള്ളതായിരിക്കുന്ന അനുഭവത്തെ തന്നെ ഉണ്ടാക്കണം അല്ലെ മന്ത്രവാദി. എങ്കിലും
ആ വൃക്ഷം ഒന്ന് ചെരിഞ്ഞു പോകുമോ എന്നിരിക്കുന്ന അല്ലെ ഒരു ഭയമുണ്ട് നിങ്ങൾക്ക്. ഭയം വേണം, അതെപ്പോഴും നല്ലതാണ്. എങ്കിലും അല്ലെ ഒരു ആലയിൽ കോത്തിരിക്കുന്ന ഗോക്കൾ എന്ന വണ്ണം നിങ്ങൾ പല നിറവും അല്ലെ പല മനസ്സും ഒക്കതിനാലും പല ബുദ്ധിയുമുള്ളതായിരിക്കുന്ന ആൾത്തരങ്ങളാവാം അല്ലെ. ഗോക്കൾ എങ്ങനെയാണ് പല നിറമുണ്ടെങ്കിലും അതിന്റെ കൊമ്പും കുളമ്പും ഒക്കതിനാലും പരസ്പരം കൊള്ളാം. എങ്കിലും അത് അല്ലെ പകർന്നു തന്നിരിക്കുന്ന ക്ഷീരത്തിന് ഒരു ജലമാണ് അല്ലെ നിറമാണുള്ളത്. അതുപോലെ ഏകോദര സഹോദര ഭാവത്തോടു കൂടിയിട്ട് ഞാനെന്നും നീയെന്നും പാതുപിടിയെന്നും പഴുത്തുപിടിയെന്നും അല്ലെ ഭേദാഭേദം കൂടാതെയിട്ട് തക്കവണ്ണം എന്റെ കുടുംബാധികന്മാർ അല്ലെ ഒരു ചരടിൽ പോത്തിരിക്കുന്ന രുദ്രാക്ഷരം പോലെ എപ്പോഴും ഒരേപോലെ ഉണ്ടാവണം. ഫലമന്ത്രവാദം എല്ലാവരും ഒന്നായിട്ട് നിൽക്കണം. അതിനുള്ളതായിരിക്കുന്ന ഭാഗ്യം അമ്മ തന്നെ ഞങ്ങൾക്ക് ഉണ്ടാക്കി തരണം അല്ലെ. വളഞ്ഞു പോകുന്നതിന് ഉണ്ടാക്കണം, വജ്രം വെച്ചിട്ട് കൊണ്ടുവരണം അമ്മ ഇവിടെ അല്ലെ മന്ത്രവാദം. അതല്ല വേണ്ടത്. എന്നിട്ട് എന്താണ് അന്ന് പഞ്ചപാണ്ഡവന്മാർക്ക് ശ്രീകൃഷ്ണൻ എന്നിരിക്കുന്ന വണ്ണം അല്ലെ അങ്ങനെ ബന്ധുവായി നിലനിന്നിട്ട് അല്ലെ തേര് പിടിച്ച് നയിച്ചിട്ടുണ്ട്. അതുപോലെ അമ്മ നിങ്ങളുടേതായിരിക്കുന്ന ഒരു തേരാളിയായിട്ട് അല്ലെ നല്ല മാർഗത്തെ കൂടി സഞ്ചരിക്കുവാനുള്ളതായിരിക്കുന്ന ഭാഗ്യമുണ്ടാക്കി അല്ലെ. ഈ ചക്രമധ്യത്തിങ്കിൽ വസിച്ചു പോന്നിരിക്കുന്ന മാതാവല്ലേ ഞാൻ അല്ലെ. അവിടെ എപ്പോഴും നിങ്ങൾക്ക് എന്നെ കാണാം. അപ്പോഴ് ആവോളം ആവോളം നിങ്ങളെന്നിരിക്കുന്ന മനസ്സെങ്കിലും അമ്മയൊന്ന് പ്രതിഷ്ഠ ചെയ്തോ നിങ്ങൾ. ശേഷം മനസ്സെന്നിരിക്കുന്ന ദേഹുലത്തിന്റെ അകത്ത് സുഹൃതമെന്നിരിക്കുന്ന തൈലം പകർന്ന് ഭക്തി എന്നിരിക്കുന്ന മന്ത്രം കൊണ്ട് ശക്തിയായിരിക്കുന്ന ഈ ശക്തിമൊത്തമായിരിക്കുന്ന മാതാവിന് അല്ലെ അങ്ങനെ മുടി തൊട്ട് പാദം വരെയും പാദം തൊട്ട് മുടി വരെയും അർച്ചനകൾ ചെയ്യുമാറായിരിക്കട്ടെ കേട്ടോ നിങ്ങൾ. എന്നാൽ എന്റെ മറുവളം തറവാടാധാരമായിട്ട് ഏവരെയും ഒത്തരാശിയെങ്കിൽ തന്നെ നാളേക്കും നീളേക്കും അല്ലെ 4 പതിറ്റാണ്ട് കാലത്തിനും അപ്പുറത്തേക്ക് ഇന്നേവരക്കും നിങ്ങളുടേതായിരിക്കുന്ന പൂർവികന്മാർ അല്ലെ വന്ന വഴികൾ തെറ്റാതിയിട്ട് തക്കവണ്ണം കാലം അനേകം കഴിഞ്ഞുവെന്ന് വരികിലും അല്പതയായിരിക്കുന്ന പിഴവുകളൊക്കെ അതിനാലും ഉണ്ടാകാം അല്ലെ. മാനുഷികന്മാരല്ലേ, പൂർണ്ണതമായിരിക്കുന്ന അവസ്ഥയെങ്കിലും എന്തായാലും ഉണ്ടാവൂല. അപ്പോഴും അമ്മയെന്താന്ന് വേണ്ടത് ഒക്കതിനാലും അല്ലെ ഘടകരം കൊണ്ട് തട്ടിയിട്ട് വലകരം കൊണ്ട് സ്വീകരിച്ചെടുക്കണം അല്ലെ. ഒക്കതിനാലും സ്വീകരിച്ചെടുക്കണം മാതാവേ എന്നിരിക്കുന്ന പ്രാർത്ഥനയുണ്ടാവട്ടെ കേട്ടോ. ഇനിയും വരും കാലം അല്ലെ ഇനി ആവുന്ന കാലം ഇനി എപ്പോഴാന്ന് അമ്മേനെ കാണൽ നിങ്ങൾ മന്ത്രവാദി അമ്മയെ അതിനുള്ളതായിരിക്കുന്ന യോഗമുണ്ടാക്കി തരണം അല്ലെ. അതിനുള്ളതായിരിക്കുന്ന ഒരു അല്ലെ അവസ്ഥകളും അല്ലെ ബുദ്ധിയും ഒക്കതിനാലും ഏവർക്കും ഒരുപോലെ പകർന്നിട്ട് അല്ലെ ആവുന്ന കാലം വരെ അമ്മ കൈയൊഴിഞ്ഞ് കളയാതെയിട്ട് തക്കവണ്ണം ഇനിയൊരു കാലം അമ്മേനെ കാണുമ്പോൾ അല്ലെ എന്റെ സ്ഥലവും എന്റെ ആരൂഢവും ഒക്കതിനാലും ഇതിലും ഭംഗിയായിട്ട് തന്നെ ശോഭിപ്പിച്ചിട്ട് അല്ലെ ഉത്തരോത്തരം അഭിവൃദ്ധി ഉണ്ടാക്കിയിട്ട് തന്നുപോരണമെന്നിരിക്കുന്ന ഒരു പ്രാർത്ഥന തന്നെ ഉണ്ടാവട്ടെ കേട്ടോ അല്ലെ. നിങ്ങളുടേതായിരിക്കുന്ന തിരുമുൻപെങ്കില് ഇങ്ങനെ കാലപ്രതിഷ്ഠയായിട്ട് അല്ലെ പ്രത്യക്ഷീകരിച്ചിരിക്കുന്ന പരമ്പൊരുൾ തന്നെയാണ് അല്ലെ. മൂകാംബികയായും അല്ലെ ദുർഗയായും ഭദ്രകാളിയായും അനേകം അവതാരങ്ങളെ ഒപ്പതിനാലും പൂണ്ടിരിക്കുന്ന മാതാവ് നിങ്ങളുടേതായിരിക്കുന്ന ഭവനം മുൻഭേദമായിട്ട് എപ്പോഴും വസിച്ചു പോരുന്നുണ്ട് കേട്ടോ. ഏതൊരു ദേശത്ത് ചെയ്യുന്ന കാലനേരത്തെങ്കിലും ഏതൊരു പ്രവൃത്തിയെങ്കിലും ചെന്ന് കൈയെടുക്കുന്ന കാലനേരത്തെങ്കിലും യാതൊരു ബുദ്ധിമുട്ടും വരുത്തലെയും വരുത്താതെയുടെ തക്കവണ്ണം തന്നെ മാതാവ് ശക്തിയുക്തമാക്കിയിട്ട് ഏവർക്കും സായുജ്യവും സാമീപ്യവും തന്നു രക്ഷിക്കുമെന്നിരിക്കുന്ന രക്ഷിക്കാം. ശേഷം വേറിട്ട് ഏതാനുമുണ്ടോ അമ്മേനോട് ചൊല്ലിക്കഴിക്കാൻ ആവട്ടെ. ക്ഷീരമില്ലേ കരുതി ക്ഷീരമില്ല നിങ്ങളുടേതായിരിക്കുന്ന കരം കൊണ്ട് അല്ലെ മുറുക്ക് പഞ്ചസാര ചേർത്ത് തന്നിരിക്കുന്ന ക്ഷീരം. ഈ ക്ഷീരം അല്ലെ ഒരു നിറമുള്ളതായിരിക്കുന്ന അനേകം നിറമുള്ളതായിരിക്കുന്ന ഗോക്കളിൽ നിന്നും ഉളവാക്കിയിരിക്കുന്ന ഈ ക്ഷീരം അല്ലെ ഈ ക്ഷീരത്തിന്റെ നിറം പോലെ ഞങ്ങളുടേതായിരിക്കുന്ന കുടുംബാധികന്മാർക്ക് അല്ലെ ഒരു മനസ്സുണ്ടാക്കി കൊടുത്തിട്ട് അമ്മ ഈ ക്ഷീരം അനുഭവിക്കണം എന്നിരിക്കുന്ന പ്രാർത്ഥനയുണ്ടാവും കേട്ടോ. അനുഭവിക്കട്ടോ.
ജലം കിരണങ്ങളെയൊക്കെ അതിനാലും ആവോളം നിങ്ങളെന്നിരിക്കുന്നതായ നയനങ്ങളിൽ ഭദ്രമായിട്ടെത്തി അല്ലെ മാതാവെന്നിരിക്കുന്ന പൂർണ്ണരൂപത്തോട് കൂടിയിട്ട് ത്രിപുര സുന്ദരയായിട്ട് തക്കവണ്ണം അമ്മേനെ ഇന്ന് കൂടിക്കണ്ടു അല്ലെ ഈ ഒരു രൂപം ഇനി കാണുമ്പോഴേക്കും അമ്മയെ മായ്ച്ചു കളയാതിട്ട് തക്കവണ്ണം ഏവർക്കും അല്ലെ കുഞ്ഞു കുട്ടിക്കിടാങ്ങൾ വിദ്യ അഭ്യസിക്കുന്ന കാലനേരത്ത് വിദ്യാപാണിയായിട്ട് തക്കവണ്ണം അല്ലെ വിദ്യയെ പകർന്നു പോരേണം അമ്മയെ എന്നിരിക്കുന്ന ഭക്തി ഉണ്ടാകും കേട്ടോ ഏവർക്കും നല്ല ബുദ്ധി തന്നിട്ട് ആയതുകൊണ്ട് നിറവാട് മന്ത്രവാദി ഇനി മാതാവ് ഇങ്ങനെ ഉദിച്ചു നിൽക്കുന്നതിൽ അർത്ഥമില്ല ഉദിച്ചിരിക്കുന്ന ആദിത്യൻ അനേകം അങ്ങനെ അല്ലെ ഭൂമിയെങ്കിൽ കിരണങ്ങൾ പതിച്ചാൽ അത് ജീവജാലങ്ങൾക്കും മറ്റ് അല്ലെ ഒക്കതിനാലും നാശം വരുത്തും അപ്പോഴമ്മയും അങ്ങനെയാണ് അല്ലെ അനേകം ഇങ്ങനെ വന്ന ആരമായി പോകും അപ്പോഴെന്താന്ന് നിങ്ങളെന്നിരിക്കുന്ന മനസ്സിങ്കലോ അല്ലെ പള്ളിവാളിങ്കലോ ആ പള്ളിയറയെങ്കിലോ ഒന്ന് അമ്മ മറന്നു നിൽക്കേണ്ട വേള തന്നെയാണ് അല്ലെ ഈ വേളയെങ്കിൽ അമ്മ എന്താണ് നിങ്ങൾക്ക് ഏവർക്കും പകർന്നു പോലെ ഇനി കൂടിക്കാണുന്ന കാലം വരെ അല്ലെ എന്റെ എടൂർ ദേവ ഇത് ഞാൻ വിശേഷിച്ചിരിക്കുന്ന ഭക്തി ഉണ്ടാവും കേട്ടോ ഇവിടെ വണ്ണം പച്ചിരി പൂവരി പൂവരി ങ്ങളും ഒക്കതിനാലും അമ്മക്ക് വേണ്ടിയിട്ട് അല്ലെ ഒഴിയിപ്പിച്ചിട്ടുണ്ട് ദേവാദികളൊക്കതിനാലും അനേകം വിഗ്രഹങ്ങളെ ഒക്കതിനാലും അല്ലെ ആരംഭിച്ചിരിക്കുന്ന വേളയെങ്കിൽ ഒക്കതിനാലും അമ്മ അതിന് ചുവട് വെച്ചിട്ടുണ്ട് അല്ലെ അതായിരിക്കുന്ന മനസ്സിന്റെ ഒരു കൂട്ട പ്രാർത്ഥനയോട് കൂടിയിട്ട് മാതാവിന്നിരിക്കുന്ന വണ്ണം ആ ദേവിയായിരിക്കുന്ന മാതാവിനെ എന്റെ ഭുവനേശ്വരിയായിട്ട് തന്നെ അല്ലെ നിങ്ങളുടേതായിരിക്കുന്ന കുലദേവതയായി കണ്ടുകരുതിയിട്ട് ആ മനസ്സിന്റെ അകത്ത് അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ മധ്യേ നാരായണ അങ്ങനെയുള്ളതായിരിക്കുന്ന നാമങ്ങളെ കൊണ്ടൊക്കതിനാൽ ഒന്ന് അമ്മയെ പ്രാർത്ഥന ചെയ്തോ എന്നാൽ ഇനി വരുന്ന കാലം വരേക്കും യാതൊരു ബുദ്ധിമുട്ടും അല്ലെ വിനത്തലയും വിരുത്താതിയുടെ തക്കവണ്ണം ഏവർക്കും സൗഖ്യവും സായുജ്യവും ആയുസ്സും ആരോഗ്യവും ബുദ്ധിയും ശക്തിയും പകർന്ന് അമ്മ രക്ഷിക്കുമെന്ന് അനുഭവം വേണം നാളേക്കും നീളേക്കും നല്ലതായിരിക്കുന്ന വ്യാപാരം നടത്തണം അല്ലെ ആ വ്യാപാരത്തിന് വേണ്ടുന്നതായിരിക്കുന്ന ഉന്നമനത്തെ ഒപ്പതിനാലും തന്നുപോരെയണം ചെറുതായി തുടങ്ങിയ ഏതൊരു കാര്യമാണത്രയും ഒരിക്കലും അത് പടർന്ന് അല്ലെ പന്തലിച്ച് പടാവൃക്ഷമാക്കി തീർക്കുവാനുള്ളതായ ഒപ്പതിനാലും അല്ലെ എന്താണ് ഭജിപ്പാനുള്ളതായിരിക്കുന്ന വസ്തുക്കൾക്ക് വേണ്ടുന്നതായിരിക്കുന്ന അല്ലെ അനുഭവിക്കാനുള്ളതായിരിക്കുന്ന യോഗവും ഉണ്ടാക്കി തന്നുപോരെയാണ് ഫലമന്ത്രവാദം എങ്കിലും ഭക്തി തന്നെയല്ലോ ഭക്തി അല്ലെ മുഴുത്തിട്ട് തന്നെയല്ലേ അമ്മേനെ കണ്ടിന് എങ്കിലും ഭക്തി മാത്രം ഉണ്ടായാൽ മതിയോ മന്ത്രവാദി പോരല്ലോ അല്ലെ ആസക്തിയും കൂടി വേണം രൂപാസക്തിയും രുക്മിണി കാന്താസക്തി സത്യവാമ വാത്സല്യാസക്തി യശോദ ഗുണ അങ്ങനെ സ്മരണയോട് കൂടിയിട്ട് അമ്മയെ നിങ്ങൾ ആവോളം ധരിച്ചാൽ ായിരിക്കുന്ന കരം കൊണ്ട് ചെയ്തിരിക്കുന്ന അനുഭവങ്ങളൊക്കെ അതിനാൽ മലതാമ്പണ്ണം ചെയ്തു പോരുവാനുള്ളതായിരിക്കും അമ്മയുടേതായിരിക്കുന്ന മാറുമറച്ചു പോയ പ്രകാരം സർവാടാധാരമായിട്ട് സൗഖ്യം
കൊറേ ആയില്ലേ മന്ത്രവാദി അല്ലെ? വേരെല്ലാം വന്നിട്ടുണ്ടാവോ മന്ത്രവാദി? ഇങ്ങനെ കെടുത്തിയെടുത്തെന്നെ കെടുത്തിയിട്ട് അല്ലെ? കടന്നം മരവിച്ചിട്ടുണ്ടാവും അല്ലെ? അപ്പൊ എല്ലാരോടും ചോദിച്ചില്ല എന്റെ കുഞ്ഞിലെ യോഗനിദ്ര വേഗം ഉണർത്തുന്നു ഞാൻ കേട്ടാ. ആയിട്ടോലും ഇന്നലെ രാത്രിയല്ലോ ആവുന്നില്ല എന്ന് പറയും. അപ്പൊ തച്ചിട്ട് തന്നെ എണീപ്പിക്കാം അല്ലെ? മന്ത്രവാദി നോക്കറ ഇങ്ങനെ കാലോണ്ടല്ലോ ഇങ്ങനെ എടുക്കുന്ന നോക്കറ അല്ലെ? അങ്ങനെ നല്ല ഇത് ആരാക്കിയില്ല കുഞ്ഞിനെ മന്ത്രവാദി. പൂജാരി നല്ലോണം അറിയല്ലേ? അപ്പൊ കരികാലത്ത് കുഞ്ഞിനാക്കി ഇങ്ങനെ ഉണ്ടാവും അല്ലെ? കയ്യും കാലും എല്ലാം ആടി ഈടെയെല്ലാം പിടിച്ചു കെട്ടിയിട്ട് നോക്കറ. അപ്പൊ എല്ലാരും കുഞ്ഞിനെ യോഗനിദ്ര ഉണർത്തിയാൽ എന്തെന്നാക്കല് പൈതങ്ങളെ? ഒരു കുഞ്ഞെ എണിച്ചിട്ടാകുമ്പോ എന്താക്കല് നിങ്ങളോ? ഒന്നാക്കല്ലേ അല്ലെ? ഇങ്ങനെ സ്നാനം ചെയ്യലോ ഭോജനം കൊടുക്കല്ലോ എന്തെന്നാക്കല്? അപ്പൊ യോഗനിദ്ര ഉണർത്തിയാല് എല്ലാരും ചിലപ്പോ സ്നാനെല്ലാം ചെയ്യുമായിരിക്കും. എനിക്കങ്ങനല്ല കേട്ടോ. എനിക്ക് ആദ്യം ഭോജനം കൊടുക്കണം അതെ, എന്നിട്ട് സ്നാനം ചെയ്താലും നല്ലോണം ശുദ്ധിയായില്ലേ. അപ്പൊ ഒന്നാം കാര്യം ആയിക്കോട്ടെ മന്ത്രവാദി ഇത് തിന്നുന്നില്ല കേട്ടോ. പഞ്ചായത്തിൽ ചേരക്ക നോക്കറ തിന്നുന്നില്ല. എന്ത് നാക്കലപ്പോ? തിന്നാത്ത കുഞ്ഞിനെ എങ്ങനെ പൈതങ്ങളെ നിങ്ങളെ തീറ്റിക്കല്? കണ്ടോട്ടോ ഞാനിങ്ങനെ കൊടുക്കുന്ന അങ്ങനെ നിങ്ങൾ കൊടുത്തോ. നോക്കറ നല്ലോണം പിടിച്ചു കിട്ടുക. ഇങ്ങനെ കൊടുത്തെങ്കിൽ ഞാൻ കൊടുത്തു പറഞ്ഞാൽ നിങ്ങൾ കൊടുക്കണ്ട അല്ലെ? ഞാൻ കൊടുത്തു പറഞ്ഞാൽ നിങ്ങൾ കൊടുത്തെങ്കിൽ പിന്നെ കൊടുക്കാൻ കുഞ്ഞുണ്ടായില്ല അല്ലെ? അപ്പൊ വെള്ളം കൊടുക്കാം, തൊണ്ട കൊടുക്കണ്ട. കൊറേ കാലായില്ലേ കുളിക്കാണ്ടല്ലോ. ഇതിലെങ്ങനെ മുങ്ങിയിട്ട് കുളിക്കണം പോരിട്ട് കുളിക്കണം? പൂവെല്ലാം വലുതുണ്ട്, ജലം കുറഞ്ഞിട്ടുവാ അല്ലെ? വെള്ളം ഒന്നിട്ടും ഇല്ലല്ല. നോക്കറോ. അപ്പൊ മുങ്ങിയിട്ട് തന്നെ കുളിക്കാല്ലേ? ജലം ബാധിച്ചാല് മഹാവ്യാധി വരും അല്ലെ? തർക്കെല്ലാം എണ്ണയില്ലാതെ നോക്കറോ. തലയെല്ലാം മുളി പോലായി, കൈമലെല്ലാം വരും. കണ്ണിനെല്ലാം മഷിയില്ലാതെ കണ്ണ് കൂരായി നിലമന്ത്രവാദി. ഇപ്പൊ എങ്ങനെ എന്റെ മന്ത്രവാദിന്റെ പോയൊക്കെ പന്തലിന് ദൃഷ്ടി പറിക്കുന്നതിന് വെക്കാം. ഓതാ അതൈലൻഡിനെ കൊട്ടല്ലേ? അപ്പൊ ഇതെങ്ങനെ എന്റെ മന്ത്രവാദിക്ക് ധനം ഉണ്ടാക്കേണ്ട വസ്തു അല്ലേ? ഇതെല്ലാം ഉണ്ടാ നല്ലോണം നോക്കറ. എന്നോട് കളവ് പറയണ്ട ഹലോ മന്ത്രവാദി. അപ്പൊ ഇതെല്ലാം നോക്കി നടത്താൻ ഞാൻ എന്നെ വേണ്ടി ഇടാം അല്ലെ? അപ്പം ഈ ചതുർഗടി ആധാരമായിട്ട് അല്ലെ ഇതിൻ്റെതായിരിക്കുന്ന വർധന വെക്കുന്നതിനാലും ഉണ്ടാക്കിയിട്ട് സൗഖ്യം തരണമെന്നിരിക്കുന്ന അനുഭവം ഉണ്ടായിട്ട് നോക്കട്ടെ. ഇതായിരിക്കും നോക്കാം. നമുക്ക് എന്റെ ഒക്കെ തന്നെ വന്നിന് കിട്ടുക അല്ലെ? ഇടത്തോട്ടും വലത്തോട്ടും തന്നെ എന്റെ ഒക്കെ തന്നെ ഇനി ഞാൻ തന്നെ വേണം അല്ലെ?
കരിങ്കാലിന് വേണ്ടിയിട്ട് കൊണ്ടിരിക്കുന്ന മുന്നാഴി ഇത് എന്റെ വ്യക്തി ശരിക്കും ഇറക്കും എല്ലാം തരുമ്പോ ഈ ബാജിന് ഇങ്ങനെ മതിയാ മന്ത്രവാദി അല്ലെ സന്ധ്യക്കും പാതിരാ നേരത്തും ഇട്ടിരിക്കുന്ന കരിങ്കാൽ ആ കരിങ്കാലിന്റെ വരുത്തും പോക്കും ഒക്കെ ഉള്ള കാല നേരത്ത് അല്ലെ ഞങ്ങളൊക്കെ കാലം സംരക്ഷിച്ചിട്ട് എന്റെ ചെറുകടി ആധാരമായിട്ട് വരുന്നവന്റെ വരുത്തും പോകുന്നവന്റെ പോക്കും നോക്കിയിട്ട് ഏതൊരു രാശിയും നോക്കുന്ന കാലനേരത്തും ഹരിച്ചും ഗുണിച്ചും നോക്കുന്ന കാലനേരത്തും അല്ലെ പുളിഗോതിയെ തന്നെ ഉണ്ടാക്കിയിട്ട് ಮಂಗಳಮಾರಮಣಗೆ ಮಂಗಳಭೂರಮಣಗೆ ಮಂಗಳಮಾರಮಣಗೆ ಮಂಗಳಭೂರಮಣಗೆ ಜಯ ಮಂಗಳಂ ನಿತ್ಯ ಶುಭ